ഐഫ്ലോ ഹണി മാജിക് അവൻ പവർഡ് ബൈ ടേസ്റ്റി നിബിൾസിലേക്ക് സ്വാഗതം. മാജിക് അവനിലൂടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. കാരണം ക്രിസ്മസ് ആണ്, പിന്നെ അത് കഴിഞ്ഞ് ന്യൂ ഇയർ വന്നു. അങ്ങനെ നമ്മൾ വളരെ എക്സോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കേക്കോ അല്ലെങ്കിൽ പേസ്ട്രീസോ ഇങ്ങനെയുള്ള വിഭവങ്ങൾക്ക് കൂടുതലൊരു ഊന്നൽ കൊടുത്തിരുന്നു. പക്ഷെ നമ്മളെപ്പോഴും വളരെ എന്താ പറയുക, സാധാരണമായിട്ടുള്ള വിഭവങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്തിയ വിഭവങ്ങളും ഒക്കെ കാണിക്കാറുണ്ട്. മാജിക് അവനിൽ പലതരം വിഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സാധാരണക്കാരായ നമ്മൾ എല്ലാവരും തന്നെ വീട്ടിൽ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന വിഭവങ്ങൾക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ്. എങ്കിലും ഇപ്പോഴത്തെ മാറുന്ന ജനറേഷൻ്റെ കാര്യങ്ങൾ നമ്മളെപ്പോഴും നോക്കണമല്ലോ. അപ്പോൾ ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, പിന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോഴത്തെ പുതിയ ഒരു തരംഗം, അതൊക്കെ നോക്കിയിട്ടൊക്കെ വേണ്ടേ നമ്മൾ ഒരു പാചകം പരീക്ഷണം നടത്താൻ. എങ്കിലും നമ്മുടെ നാടൻ വിഭവങ്ങളൊന്നും നമ്മൾ മറക്കാനും പാടില്ല. അപ്പോൾ മാജിക് അവനിലൂടെ ഒരുപാട് നാടൻ വിഭവങ്ങളൊക്കെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 16 വർഷമായി നമ്മൾ വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ പണ്ട് തൊട്ടേ നമ്മുടെ മുത്തശ്ശിമാരിൽ നിന്നും നമ്മളുടെ പല തലമുറകളായി കൈമാറി വന്ന വിഭവങ്ങൾ, ഏതെങ്കിലും റീജിയണൽ സ്പെഷ്യാലിറ്റീസ്, ഇപ്പോൾ എന്താ പറയണ്ടേ, ഇപ്പോൾ മലബാറിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങൾ, അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അല്ലെങ്കിൽ പത്തനംതിട്ട ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങൾ, അല്ലെങ്കിൽ കോട്ടയം സ്റ്റൈല്, ഇങ്ങനെ, അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ വിഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. പാലക്കാടിൻ്റെ സ്വന്തം വിഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയും ഉണ്ട് ഒരു വിഭാഗം. ആ ഒരു രീതിയിലുള്ള വിഭവങ്ങൾ നമുക്ക് നോക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ പല പരീക്ഷണങ്ങളും നടത്താറുണ്ട്. പരീക്ഷണങ്ങളല്ലാതെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് വിഭവങ്ങളും നമ്മൾ ഇടയ്ക്ക് നോക്കാറുണ്ട്. അത്തരത്തിലൊരു വിഭവമാണ് ആദ്യം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു പക്ഷേ മലബാർ സൈഡിലുള്ള ആൾക്കാർക്ക് ഇത് എന്നും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന അത്രയും നിസ്സാരമായ ഒരു കാര്യമായിരിക്കും. എങ്കിലും ചില ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് അതൊരു പക്ഷേ അറിയില്ലായിരിക്കും. കേരളത്തിൻ്റെ തന്നെ ചില ഭാഗങ്ങളിൽ അതത്ര അവർക്ക് പുതുമയുള്ള വിഭവം തന്നെയായിരിക്കും. കഴിച്ചിട്ടുണ്ടാവാം, പക്ഷേ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു അറിവുണ്ടാവില്ല. അപ്പോൾ എന്താണെന്നല്ലേ, അപ്പോൾ ഇതൊരു നല്ല ഒരു മലബാർ വിഭവമാണ്. ഇതിൻ്റെ പേര് കായ്പോള. ഇപ്പോൾ കായ്പോള എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മലബാറിൻ്റെ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ മലബാർ ബിരിയാണി തൊട്ട് തുടങ്ങണം. പിന്നെന്താ, പലതരം പത്തിരികൾ, പിന്നെ എന്താ പറയുക, നെയ്പത്തിരി മുതൽ തുടങ്ങുകയാണ്. പിന്നെ ഒരുപാട് സ്റ്റഫ് ചെയ്ത പത്തിരി, മീൻ പത്തിരി, ചെമ്മീൻ പത്തിരി, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് പുട്ടുകൾ, ഇങ്ങനെ എന്തെല്ലാം വിഭവങ്ങളാണുള്ളത്. അപ്പോൾ കായ്പോള, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉന്നക്ക, ഇങ്ങനെ കല്ലുമേക്ക നിറച്ചത്, ഇങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വെറൈറ്റി ഓഫ് ഡിഷസാണ് മലബാറുകാർക്ക് സ്വന്തം. അപ്പോൾ എന്തായാലും നമ്മൾ അതിലേക്ക് ഒരു ചെറിയൊരു എത്തിനോട്ടമാണ്. അപ്പോൾ ഈ കായ്പോള തന്നെ ഇപ്പോൾ ആ ട്രഡീഷണൽ കായ്പോള എന്ന് വെച്ചാൽ ഏത്തപ്പഴത്തിൽ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനുമുണ്ട് ഒരുപാട് ഇംപ്രവൈസേഷൻസും മാറ്റങ്ങൾ. കാര്യം ഇപ്പോൾ ക്യാരറ്റും ഉണ്ട്, ഈ ക്യാരറ്റ് പോള എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ വെറൈറ്റീസ് ഈ കായ്പോളയിൽ തന്നെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും പരീക്ഷണത്തിനൊന്നും മുതിരുന്നില്ല. നമ്മൾ കായ്പോള അതിൻ്റെ ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏത്തപ്പഴം 4 വലുത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, നെയ്യ് 4 ടേബിൾ സ്പൂൺ, മുട്ട 5 എണ്ണം, പഞ്ചസാര 5 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം, കിസ്മിസ് 25 ഗ്രാം, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ. അപ്പോൾ കായ്പോളയ്ക്ക് വേണ്ട ചേരുവകളെല്ലാം ഇവിടെ റെഡി. വളരെ എളുപ്പത്തിൽ, ലളിതമായ രീതിയിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കായ്പോള. ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത് നല്ല പഴുത്ത ഏത്തൻപഴം എന്ന് പറഞ്ഞാൽ നേന്ത്രക്ക, പഴുത്ത നേന്ത്രപ്പഴം ഒരു 4 വലുത് 4ആയിട്ട് മുറിച്ചിട്ട്, ചൊല്ലി കളഞ്ഞ് 4ആയി മുറിച്ചിട്ട് ഇങ്ങനെ വട്ടത്തിന് അരിഞ്ഞ് വയ്ക്കുക. പിന്നെ 4 വലിയ പഴത്തിന് 5 വലിയ മുട്ട, കോഴിമുട്ട 5 എണ്ണം റെഡിയാണ്. പിന്നെ വേണ്ട 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഏലക്കാപ്പൊടി, പിന്നെ കുറച്ച് നെയ്യ്. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ഇലക്ട്രിക് അവനൊന്നും ആവശ്യമില്ല, അടുപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുട്ടെടുക്കുന്ന പോലെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ വേണമെങ്കിലും വെള്ളം താഴെയും കനലിട്ട് വേണമെങ്കിലും ചുട്ടെടുക്കാം. പക്ഷേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്നാകും. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഇപ്പോൾ സുലഭമാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം അത് സംഘടിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ അടപ്പുള്ളൊരു പാത്രം, ചുവട് കട്ടിയുള്ള പാത്രം, നോൺ സ്റ്റിക്കാണ്. അടുപ്പിലേക്ക് വയ്ക്കുന്നു, തീ കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ തീയിലാണിത് പാകപ്പെടുത്തി എടുക്കേണ്ടത്. എങ്കിലും ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, കുറച്ച് നെയ്യ് ചൂടാക്കി അതിൽ ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന പഴം ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് നെയ്യെന്ന അളവ് പറഞ്ഞിട്ടുണ്ട്. അത് ആവശ്യാനുസരണം, 1/4 പറഞ്ഞു, 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒഴിച്ചിട്ട് അത് ഉരുക്കി ഈ നെയ്യിലിട്ട് ഏത്തപ്പഴത്തിനെ ഒന്ന് വറുത്ത് ആദ്യം മാറ്റണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രൊസീജിയർ. അപ്പോൾ നെയ്യ് ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം
കുറേശ്ശായിട്ട് വറുത്ത് മാറ്റാം. അപ്പോൾ ഇതൊരു നന്നായിട്ട്, അപ്പോൾ ഏത്തപ്പഴം ഈ നെയ്യിൽ കിടന്ന് വേകുന്നതുകൊണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഒന്ന് കളർ മാറി മാറി വരുന്ന സമയം നമ്മൾ നെയ്യിൽ നിന്നും മാറ്റുന്നു. എന്നിട്ട് രണ്ടാമത് ബാക്കിയിരിക്കുന്ന ഏത്തപ്പഴം കൂടി 2-3 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഈ പാത്രമാണെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാം, ഈ ഒരു സൈസിലുള്ള ഒരു പാത്രമാണെങ്കിൽ. അപ്പോൾ നെയ്യ് ഇച്ചിരി ഒരു 3 വലിയ സ്പൂൺ ഇങ്ങനെ ഒഴിച്ചപ്പോൾ അത് ഉരുകി കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് നെയ്യായി. ഈ നെയ്യിൽ തന്നെ ഇത് കംപ്ലീറ്റ് വറുക്കാനുള്ള നമുക്ക് കിട്ടും. അതിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതുപോലെ തന്നെ വറുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇതൊന്ന് റെഡി ആകട്ടെ. അപ്പോൾ ഈ ഒരു പാകത്തിന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഈ പഴവും കൂടി ഇതുപോലെ അപ്പോൾ ഈ ഒരു വറുക്കലിൽ തന്നെ നമ്മളുടെ ഏത്തപ്പഴമെല്ലാം പാകത്തിന് വെന്ത് കഴിഞ്ഞു. മൂക്കുകയും ചെയ്യും, ആ പാകത്തിനുള്ള വേഗം കിട്ടും, അപ്പോൾ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്ന നെയ്യിൽ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? അണ്ടിപ്പരിപ്പും കിസ്മിസും വറുക്കാം. ഒരു 20, നമുക്ക് ഉള്ളതുപോലെ, ഞാനിപ്പോൾ 25 ഗ്രാം എന്ന് പറയുന്നു, അത്ര വേണം നിർബന്ധമൊന്നുമില്ല, ഉള്ളതുപോലെ ആവശ്യാനുസരണം വറുക്കാം. അണ്ടിപ്പരിപ്പ്, അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. ഇനി ഇതിലൊരല്പം നെയ്യ് ബാക്കിയുണ്ട്, അത് അതിനകത്തിരിക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 5 മുട്ട, അത് വേറൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് മാറ്റാം. 5 വലിയ മുട്ട. ലാസ്റ്റ് 5ാമത്തെ മുട്ടയും പൊട്ടിച്ചു. ഇനി ഇത് എന്താ പറയുക, ബ്ലെൻഡറോ അല്ലെങ്കിൽ എഗ് ബീറ്ററോ വെച്ചിട്ട് ഭയങ്കരമായിട്ടൊന്നും അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ബീറ്റ്, സാധാരണ ഒരു ഫോർക്ക് കൊണ്ടിങ്ങനെ ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ മുട്ട ഇങ്ങനെ ഫോർക്ക് കൊണ്ട് അടിക്കുക. അതിനോടൊപ്പം നമ്മളൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതാണ് അളവ്, ഞാൻ അളന്നെടുത്ത് വെച്ചിരിക്കുന്നതാണ്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് സ്പൂണിലേക്ക് മാറാം. നന്നായിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് അടിച്ച് യോജിപ്പിക്കുക. അപ്പോൾ ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ഈ മുട്ടയുടെ കൂടെ യോജിച്ച് കിട്ടും. ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഏതാണ്ട് 1 ടീസ്പൂൺ വരെ, 1/2 മുതൽ 1 ടീസ്പൂണോളം ചേർക്കാം. അത് ഓരോരുത്തരുടെ എത്രത്തോളം ഏലക്കയുടെ മണം വേണം അതനുസരിച്ച് 1/2 ടീസ്പൂൺ ടു 1 ടീസ്പൂൺ, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറുത്ത ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ അതും കൂടി യോജിപ്പിക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്തായാലും കുറച്ച് നെയ്യൊക്കെ ഉണ്ടല്ലോ, നെയ്യിലല്ലേ നമ്മൾ വറുത്തത്, അപ്പോൾ അതിൻ്റെ ആ നെയ്യെല്ലാം ഈ മിശ്രിതത്തിൻ്റെ കൂടെ യോജിച്ച് കിട്ടും. അപ്പോൾ രുചി കൂടും. അപ്പോൾ എല്ലാം കൂടി യോജിപ്പിച്ചു. അപ്പോൾ ഏലക്കാപ്പൊടിയും ചേർത്തല്ലോ. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ വീണ്ടും ആ പാത്രം അടുപ്പ് കത്തിച്ച് സെയിം പാത്രം അടുപ്പിലേക്ക് വെക്കുന്നു. അപ്പോൾ അതിൽ ബാക്കി നെയ്യുണ്ടല്ലോ, അത് അതിനകത്ത് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ചെറുതായി ഒന്ന് ചൂടായി തുടങ്ങി. ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ മിശ്രിതം ഒഴിക്കാൻ പോകുന്നത്. ആ മുട്ടയും പഞ്ചസാര, മുട്ട 5 മുട്ട, 5 ടേബിൾ സ്പൂൺ
പഞ്ചസാര, അതിൻ്റെ കൂടെ 4 ഏത്തപ്പഴം വറുത്തത്, നെയ്യിൽ വറുത്തത് എല്ലാം ചേർത്തു. ഇനി തീ കുറയ്ക്കുക, വളരെ സ്ലോയിലേക്ക് മാറ്റുക. ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും അതിങ്ങനെ വിതറാം. ഓക്കെ, എല്ലാ കാര്യങ്ങളുമായി. ഇനി പാത്രം ഒന്ന് അടയ്ക്കാം. അപ്പോൾ ഈ പാത്രത്തിന് അടപ്പുണ്ട്, നല്ല ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള അടപ്പാണ്. അടച്ചു വയ്ക്കുന്നു. ഇനി ചെറിയ ഫ്ലെയിമിൽ കിടക്കട്ടെ. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് സമയം മതിയാകും. ചെറിയ തീയിൽ, ചെറിയ ഫ്ലെയിം, ഏറ്റവും ചെറിയ സിമ്മിലിട്ടാൽ മതി. ഒരു 15 to 20 മിനിറ്റ്സ് മാക്സിമം. 15 മിനിറ്റ് തന്നെ ധാരാളം മതിയാകും. അപ്പോൾ അടിഭാഗം എല്ലാം പാകത്തിന് ചുട്ടതുപോലെ ആകും, പാകത്തിന് വെന്ത്. ഈ കാര്യം മൊത്തം വെന്ത് സെറ്റാകും. സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ആഫ്റ്റർ 15 മിനിറ്റ്സ്, 15 മിനിറ്റുകൾക്ക് ശേഷം ഞാൻ തിരിച്ചു വരും. ചെറിയ തീയിലാണ് കിടക്കുന്നത്, അതുവരെ വെയിറ്റ്. ഇപ്പോൾ 15 മിനിറ്റ് സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യാൻ പോകുന്നു? അടപ്പ് തുറന്ന് നോക്കാം. പാകമായിട്ട് ഇരിക്കുന്നുണ്ട്. മേളിൽ കാണുന്നത് നമ്മൾ നേരത്തെ ഒഴിച്ച നെയ്യാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയാണ്, സെറ്റാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇത് ഒന്ന് ഡീമോൾഡ് ചെയ്യണം. കണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഇതുപോലെ, അപ്പോൾ ഒരു സൈഡ് നല്ല കറക്റ്റായിട്ട് ബ്രൗൺ ആയി. അപ്പോൾ ഇനി വീണ്ടും എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ അടപ്പെടുത്തിട്ട്, എന്നിട്ട് നമ്മൾ വീണ്ടും ആ അടപ്പിലേക്ക് വെച്ചിട്ട് ഇനി വീണ്ടും ഒന്ന് തിരിച്ചിടും. ഇതിലേക്ക് നമ്മൾ തിരിച്ച് വയ്ക്കും. ഈ രീതിയിലേക്ക് വയ്ക്കണം. എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ വീണ്ടും ഒരു 5 മിനിറ്റ് സമയം കൊടുക്കും. അപ്പോൾ കമിഴ്ത്തിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് സമയം ഞാൻ വെയിറ്റ് ചെയ്തു. ഇനി അടപ്പ് മാറ്റാം. അപ്പോൾ നമ്മളുടെ മറു സൈഡും കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാകും. ഇനി എന്താ വേണ്ടേ? ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. വീണ്ടും നമ്മൾ ഏത് പ്ലേറ്റിലാണോ ഡിമോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നോക്കൂ, നമ്മുടെ കായ്പോള റെഡി. അങ്ങനെ നമ്മുടെ കായ്പോള എളുപ്പത്തിൽ തന്നെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാം കൂടി ചേർത്തൊരു 20 മിനിറ്റ് സമയം മതി കുക്കിംഗ് ടൈം. പിന്നെ നമ്മൾ തയ്യാറാക്കുന്ന സമയം അതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. ഏത്തപ്പഴം വറുക്കുന്നത് മിക്സി, അത്രേ ഉള്ളൂ. പിന്നെ ഇതുപോലൊരു പാത്രം വളരെ പ്രധാനം, മനസ്സിലായല്ലോ? നല്ല ചുവട് കട്ടിയുള്ള ഇത്തരമൊരു പാത്രം, ഇങ്ങനൊരു അടപ്പം ഉണ്ടാകണം. അതാണ് നമ്മളെ രക്ഷിക്കുന്ന ഏറ്റവും നല്ല കാര്യം. നമ്മളത് ഡിമോൾഡ് ചെയ്യാൻ എളുപ്പമാണ്, തിരിച്ചിടാൻ എളുപ്പമാണ്, മറിച്ചിടാൻ എളുപ്പമാണ്. അടിഭാഗം കരിയാണ്ട് തന്നെ കറക്റ്റായിട്ട് പാകത്തിന് വെന്ത് കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് കായ്പോള എന്ന് പറയുമ്പോൾ ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരം. ഇത് മലബാറിൻ്റെ സ്പെഷ്യൽ വിഭവമാണ്. ഇത് തന്നെ ഇപ്പോൾ വളരെ വ്യത്യസ്തമായ പല ഡിഫറെൻറ്റ് വേർഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ക്യാരറ്റ് പോള പോലെയുള്ള, ഇങ്ങനെ ക്യാരറ്റ് അരച്ച് ചേർത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മുട്ടയും മധുരവും പിന്നെ ഇങ്ങനെ ഒരു ഫ്രൂട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് പോലെയുള്ള വെജിറ്റബിൾ ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും. എന്തായാലും ഇതൊരു വെറൈറ്റി ഐറ്റമായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മലബാർ പലഹാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു വീട്ടമ്മയ്ക്കും തയ്യാറാക്കാം. അപ്പോൾ ഇത് നമ്മളുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്കിത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്തായാലും ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കട്ടെ. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിക്കുക. എല്ലാവർക്കും